എന്നേ എന്നാ വേണ്ടേ? ഏ അപ്പൻ എന്നാ വേണ്ടേ? അപ്പൻ എന്നാ വേണ്ടേ? അപ്പോ ബാ പുല്ല് തരാം കേട്ടോ. ആ, എന്നാ. ആ. പശുവിനെ പച്ചപ്പുല്ല് കാണിച്ച് നമ്മൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് പൂച്ച പുല്ല് തിന്നുന്നത്. പൂച്ചയെ പച്ചപ്പുല്ല് കാണിച്ച് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ പറയും, പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ ചൂല പിടിച്ചിട്ടാണ് പുല്ല് തിന്നുന്നത്. പക്ഷേ അതല്ല കേട്ടോ. ഇവരുടെ ദഹന പ്രക്രിയ, അതായത് ഡൈജഷൻ എന്ന് പറയുന്നത്, അത് പൂച്ചയായാലും പട്ടിയാണെങ്കിലും അവർക്ക് ഈ പുല്ല് ദഹന പ്രക്രിയക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ചും പൂച്ചയൊക്കെ വളർത്തുന്നവർ, എസ്പെഷ്യലി നമ്മുടെ പേർഷ്യൻ കാറ്റ് അത്തരം അതുപോലുള്ള പുതിയ ബ്രീഡ് പൂച്ചകളെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർ അവർക്ക് പുല്ല് സമയാസമയത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണാറുണ്ട് ഈ പൂച്ച ഇങ്ങനെ ഒരുപാട് ഛർദ്ദിച്ച് വെക്കുന്ന. അത് ഛർദ്ദിക്കുന്നത് അതിൻ്റെ ഡൈജഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് പോവാത്ത കാരണമാണ്. അത് പുല്ല് വളരെ അത്യാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഡെയിലി പുല്ല് വേണ്ടതാണ് ഈ പൂച്ചയ്ക്കൊക്കെ. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പേർഷ്യൻ പൂച്ച അതുപോലെയുള്ള ഇത്തരം ബ്രീഡുകളെയൊക്കെ നമ്മൾ വീടിനുള്ളിലാണ് വളർത്തുന്നത്. ഇവർ പുറത്തേക്ക് ഒരിടത്തേക്കും പോകുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കണം. വേണ്ടോ? ഇപ്പം എത്ര സമയമായിട്ടിരുന്ന് പുല്ല് തിന്നുകയാണ് നമ്മുടെ അപ്പു. ഇതുപോലെ പൂച്ച പുല്ല് തിന്നുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ പുല്ല് ഇവിടെ കൊണ്ടുവന്ന സമയം പോലെ ഇവൻ എൻ്റെ പുറകെ നടക്കുക. മതിയോ? കണ്ടോ എത്രത്തോളം എന്തേരം പുല്ല് തിന്ന് നോക്കിയേ. ഈ പുല്ല് ഇവരുടെ ദഹന പ്രക്രിയയ്ക്ക്, ഡൈജഷന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ പൂച്ചകളെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർ അവർക്ക് പുല്ല് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ മഴക്കാലമാണ്, നമുക്ക് പുറത്തുനിന്നൊക്കെ പുല്ല് കിട്ടും. പുല്ല് നമ്മുടെ റോഡ് സൈഡിലും മറ്റവലോടത്തുനിന്നൊക്കെ പുല്ല് എടുത്തിട്ട് അത് കഴുകി കൊടുക്കാവുള്ളൂ. ഒന്ന് വൃത്തിയായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് കൊടുത്താൽ മതി. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം അവർ പുല്ല് തിന്നോളും.